കാണാൻ പോകുന്ന മോഡൽ ഒരു ബ്ലാസ്റ്റോസിസ്റ്റിന്റെ മോഡലാണ്. ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞ്, അതായത് ഒരു എഗ്ഗും സ്പെർമും കൂടെ ഫ്യൂസ് ചെയ്ത് സൈഗോട്ട് ആയി കഴിയും. ആ സൈഗോട്ട് കണ്ടിന്യൂസ് മൈറ്റോട്ടിക് ഡിവിഷനിലൂടെ കടന്നു പോകും. അതിനെ 2 സെൽഡ് സ്റ്റേജ്, 4 സെൽഡ് സ്റ്റേജ്, 8 സെൽഡ്, 16 സെൽഡ് സ്റ്റേജ് ആവും. ഈ 16 സെൽഡ് സ്റ്റേജ് ആയിട്ടുള്ള ഒരു സൈഗോട്ടിനെയാണ് നമ്മൾ മോറുല എന്ന് പറയുന്നത്. ഈ മോറില് ഫലോപ്പിയൻ ട്യൂബിലൂടെ നമ്മുടെ യൂട്രസിലോട്ട് എത്താണ്. ഇതുവഴി ഇത് എവിടെയും അറ്റാച്ച്ഡ് ആയിട്ട് ഉണ്ടാവില്ല. ഈ മോറിലേക്ക് അവിടെ വെച്ച് 16 സെൽഡ് സ്റ്റേജിൽ തന്നെ ഇത് രണ്ടായിട്ട് ഡിവൈഡ് ആവുന്നുണ്ടാവും. പുറത്തുള്ള ഔട്ടർ സെൽ മാസും അകത്ത് ലൂസ് ആയിട്ടുള്ള കുറച്ച് സെൽസ്, അത് ഇന്നർ സെൽ മാസ്. ഇത് യൂട്രസിലോട്ട് എത്തുമ്പോൾ യൂട്രൈൻ ഗ്ലാൻഡിന്റെ സെക്രീഷൻ കാരണം ഫ്ലൂയിഡ് അകത്തോട്ട് കയറുന്നുണ്ടാവും. യൂട്രൻ മിൽക്ക് എന്നാണ് ഈ ഫ്ലൂയിഡിനെ പറയുന്നത്. ഈ ഫ്ലൂയിഡ് അകത്തോട്ട് കയറി ചെറിയ ചെറിയ ക്യാവിറ്റീസ് ഉണ്ടാവും. ഈ ക്യാവിറ്റീസ് എല്ലാം കൂടെ ചേർന്ന് ഒരു വലിയ ക്യാവിറ്റിയാണ്. ആ ക്യാവിറ്റിയാണ് നമ്മുടെ ബ്ലാസ്റ്റോസീൽ എന്ന് പറയുന്നത്. അപ്പോൾ ബ്ലാസ്റ്റോസീൽ, ഈ വലിയ ക്യാവിറ്റിയാണ് ബ്ലാസ്റ്റോസീൽ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് കണ്ടെയ്ൻസ് യൂട്രൈൻ മിൽക്ക്. അപ്പോൾ ആ അകത്തുണ്ടായിരുന്ന ഇന്നർ സെൽ മാസിനെ അതൊരു എക്സെൻട്രിക് പൊസിഷനിലോട്ട് പുഷ് ചെയ്യും. ആൻഡ് ദിസ് ഇസ് കോൾഡ് ദ ഇന്നർ സെൽ മാസ് ഓർ എംബ്രിയോബ്ലാസ്റ്റ്. അപ്പോൾ ബ്ലാസ്റ്റോസീൽ ഉണ്ടാവും, അതിൽ യൂട്രൈൻ മിൽക്ക് ഉണ്ടാവും ആൻഡ് എംബ്രിയോബ്ലാസ്റ്റ് ഉണ്ടാവും. ഈ പുറത്തെ ഔട്ടർ സെൽ മാസ് ഡിഫറൻഷിയേറ്റ് ചെയ്ത് ട്രോഫോബ്ലാസ്റ്റിക് ലെയർ ആവും. സോ blastocele, inner cell mass of the embryoblast and the trophoblast layers, and it is called the blastocyst. ഈ 32 to 64 സെൽ സ്റ്റേജിനെയാണ് ഈ ബ്ലാസ്റ്റോസിസ്റ്റ് എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് എവിടെ അറ്റാച്ച്ഡ് ആയിട്ടില്ല. കാരണം ഇതിന്റെ പുറത്ത് സോണ പെല്ലോസിഡേ ലെയർ ഇപ്പോഴും ഇൻടാക്ട് ആണ്. അത് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് പോവാത്തത് കാരണം നമ്മുടെ എംബ്രിയോയ്ക്ക് അല്ലെങ്കിൽ സൈഗോട്ടിന് എവിടെയും അറ്റാച്ച് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ബ്ലാസ്റ്റോസിസ്റ്റ് ആയിക്കഴിഞ്ഞാൽ യൂട്രസിലോട്ട് നമ്മുടെ ബ്ലാസ്റ്റോസിസ്റ്റ് എത്തിക്കഴിയുമ്പോൾ ഈ സോണ പെല്ലോസിഡേ ലെയർ ചെറുതായിട്ട് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യാൻ തുടങ്ങും. ഓൾമോസ്റ്റ് ഒരു 5 to 6 days ആകുമ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യും ആൻഡ് ഇത് യൂട്രസിലോട്ട് ഇംപ്ലാന്റ് ചെയ്യും. ആൻഡ് ദ പ്രോസസ് ഓഫ് അറ്റാച്ച്മെന്റ് ഓഫ് ദ ബ്ലാസ്റ്റോസിസ്റ്റ് ഇൻ ടു ദ യൂട്രസ് ഇസ് കോൾഡ് ഇംപ്ലാന്റേഷൻ. ഇംപ്ലാന്റേഷൻ നോർമലി നടക്കേണ്ടത് യൂട്രസിന്റെ അപ്പർ സെഗ്മെന്റിലാണ്. അപ്പർ യൂട്രൈൻ സെഗ്മെന്റ് ഇസ് ദ നോർമൽ പൊസിഷൻ ഓഫ് ഇംപ്ലാന്റേഷൻ. ഇനി അഥവാ വേറെ എവിടെയെങ്കിലും ആണ് നടക്കുന്നതെങ്കിൽ അതിന് എക്ടോപിക് പ്രഗ്നൻസി എന്ന് പറയും. നോർമൽ എക്ടോപിക് പ്രഗ്നൻസിയുടെ സൈറ്റ് ഫലോപ്പിയൻ ട്യൂബ്, ഓവറി ആൻഡ് സംടൈംസ് ഇൻ ടു ദ അബ്ഡമൻ. ഇനി അഥവാ അപ്പർ സെഗ്മെന്റിന് പകരം ലോവർ സെഗ്മെന്റ് ഓഫ് ദ യൂട്രസിലോട്ടാണ് ഇത് അറ്റാച്ച് ആവുന്നതെങ്കിൽ അതിന് ഇൻട്രാ യൂട്രൈൻ എക്ടോപിക് പ്രഗ്നൻസി എന്ന് പറയും. അപ്പോൾ മറ്റത് എക്സ്ട്രാ യൂട്രൈൻ എക്ടോപിക് പ്രഗ്നൻസി ആൻഡ് ലോവർ സെഗ്മെന്റ് ഓഫ് യൂട്രസ് ഇഫ് ഇറ്റ് ഇസ് ഗെറ്റിംഗ് ഇംപ്ലാന്റഡ് ഇറ്റ് ഇസ് കോൾഡ് ഇൻട്രാ യൂട്രൈൻ എക്ടോപിക് പ്രഗ്നൻസി. ഈ ഇൻട്രാ യൂട്രൈൻ എക്ടോപിക് പ്രഗ്നൻസിയെ പ്ലസന്റ പ്രിവിയ എന്നും പറയുന്നുണ്ട്.